ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ബാങ്കിങ് ടെക്സ്പോർട്ടിന്റെ ഏറ്റവും പുതിയ അപ്ഡേഷനിലേക്ക് എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യേണ്ട എന്ന് പറഞ്ഞിരുന്ന ഒരു സംഗതിയാണ് ഇന്ന് ചെയ്യുന്നത്. നമ്മുടെ ഒരുപാട് പ്രേക്ഷകർ എന്താ പറയുന്നത്, വാട്സപ്പായിട്ടും കോളായിട്ടും നമ്മളെ വിളിച്ചു ചോദിച്ച ഒരു സംഗതിയാണ് ഈ കാർ ലോൺ സംബന്ധമായ. അത് നമ്മുടെ മിക്കുള്ള ആൾക്കാരുടെയും ഒരു സ്വപ്നമാണ് സ്വന്തം വാഹനം ഓടിച്ചു പോവുക എന്നുള്ളത്. അപ്പൊ നമുക്കറിയാം, നമ്മൾ മറ്റ് സുഹൃത്തുക്കളുടെ വാഹനങ്ങളും അല്ലെങ്കിൽ വാടകയ്ക്ക് എടുത്തും ഒരുപാട് എന്താ പറയുന്നത് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ സ്വന്തം വാഹനത്തിൽ പോകുന്ന ആ ഒരു എന്താ പറയുന്ന ആ ഒരു വെയിറ്റ് എന്ന് പറയണമോ ഇമേജ് എന്ന് പറയണമോ അത് വേറെ തന്നെയാണ്. കാരണം നമുക്ക് ആർക്കും ഒരു എന്താ പറയുന്ന ഇതിനൊരു പൈസ കൊടുക്കണ്ട, ആർക്കും കണക്ക് പറയണ്ട. നമ്മുടെ സ്വന്തം വാഹനമാണ്, നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ഓടിച്ചു പോകാം. അപ്പൊ അതിനെ സംബന്ധമായ ഒരുപാട് ഡൗട്ടുകൾ, ലോൺ സംബന്ധമായ ഡൗട്ടുകൾ നമ്മുടെ സുഹൃത്തുക്കൾക്കും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും നമ്മുടെ കസ്റ്റമേഴ്സിനും എല്ലാം വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഫുൾ ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ ഈ ഒരു സമയത്ത്, ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ചെറിയൊരു സിബിൽ ഉണ്ടെങ്കിൽ നമുക്കൊരു കാറ് സ്വന്തമാക്കാം. ഈ യൂസ്ഡ് കാർ സെഷനിൽ തന്നെ ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. യൂസ്ഡ് കാർ പർച്ചേസ് എന്ന് വെച്ചാൽ മറ്റൊരാളുടെ പക്കലിരിക്കുന്ന കാറ് നമ്മൾ മേടിക്കുന്നതിനെയാണ് പർച്ചേസ് എന്ന് പറയുന്നത്. പിന്നെ ടോപ്പ് അപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ കാറിന് എന്താ പറയുന്നത് വീണ്ടും ലോൺ ഇടുന്ന ആ ഒരു പ്രക്രിയയാണ് ടോപ്പ് അപ്പ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഒരു കാറുണ്ട്, നമുക്കൊരു എന്താ പറയുന്ന ഒരു സ്വിഫ്റ്റോ അല്ലെങ്കിൽ ഒരു ടിയാഗോ അങ്ങനെ ഒരു കാറുണ്ട്. ഈ കാറിന്റെ ഇപ്പോഴത്തെ വില 2 ലക്ഷം രൂപയാണ് ഉദാഹരണത്തിന്. നമുക്ക് അതിന് വേണമെങ്കിൽ ഒരു 4 ലക്ഷം രൂപ തരും. അതേപോലെ തന്നെ 5 ലക്ഷം രൂപ വിലയുള്ള കാറാണ് നിങ്ങളുടേതാണെങ്കിൽ നിങ്ങൾക്ക് 10 ലക്ഷം രൂപ കിട്ടും. നിങ്ങളുടെ കാറിന് 15 ലക്ഷം രൂപയാണ് വിലയാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഇരട്ടി 30 ലക്ഷം രൂപ ലോൺ കിട്ടും. 30 ലക്ഷം എന്ന് പറയുന്നത് മാക്സിമം ആണ്. ചിലപ്പോൾ ഒരു 170 180% ഒക്കെ കിട്ടിയുള്ളൂ. 200% പറയുന്നത് ഈ ടോപ്പ് അപ്പിന്. ഓക്കെ, പർച്ചേസ് എന്ന് പറയുമ്പോൾ സാധാരണ 90%, വാല്യുവേഷന്റെ 90% നിങ്ങൾക്ക് ലോൺ കിട്ടുന്നത്. ഇപ്പോൾ നിങ്ങളൊരു മറ്റൊരാളുടെ കാർ നിങ്ങളിപ്പോൾ ഓൾഎക്സിലോ അല്ലെങ്കിൽ വേറെ എവിടെയോ കണ്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടു, അപ്പൊ നിങ്ങൾക്കത് മേടിക്കണം. അപ്പൊ അയാൾ പറയുന്ന വില ഏകദേശം 5 ലക്ഷം രൂപയാണെങ്കിൽ ബാങ്ക് കൊടുക്കുന്നത് അതിന്റെ വാല്യുവേഷൻ, ബാങ്കിന്റെ ഒരു വാല്യുവേഷൻ ടീം ഉണ്ട്. ആ വാല്യുവേഷൻ ടീം അവിടെ ചെന്ന് കാർ വാല്യുവേറ്റ് ചെയ്തിട്ട് 90% ആയിരിക്കും മാക്സിമം കൊടുക്കുന്നത്. അപ്പൊ 5 ലക്ഷത്തിന്റെ 90% എന്ന് പറയുമ്പോൾ 4,50,000 രൂപ. ബാക്കി നമ്മളാണ് ഡൗൺ പേയ്മെന്റ് അടയ്ക്കാനുള്ളത്. ഓക്കെ, അതേപോലെ തന്നെ ടേക്ക് ഓവർ, ഈ യൂസ്ഡ് കാർ ലോണിൽ വരുന്ന വേറൊരു ഓപ്ഷനാണ് ടേക്ക് ഓവർ. ഇപ്പോൾ നമ്മുടെ ലോണ് അല്ലെങ്കിൽ നമ്മുടെ കാർ ഇരിക്കുന്നത് HDFC ബാങ്കിലാണ്. അവിടെ നിന്ന് എടുത്ത് നേരെ ICC ബാങ്കിൽ വെക്കണം. ആ ഒരു സംഭവത്തെയാണ് ടേക്ക് ഓവർ എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും നമ്മൾ ഈ ഒരു 3 കാര്യം ശ്രദ്ധിച്ചാൽ മതി. യൂസ്ഡ് കാർ പർച്ചേസ്, ഓക്കെ, അതായത് നമ്മൾ മറ്റൊരാളുടെ കയ്യിൽ നിന്ന് കാർ വാങ്ങുന്നത്. പിന്നെ ടോപ്പ് അപ്പ്, നമ്മുടെ കാറിന് തന്നെ ഇരട്ടി ലോൺ കൊടുക്കുന്നു. ആ ഒരു ഓഫറാണ് ഞാൻ പറയുന്നത്. ചില സമയങ്ങളിൽ ഇങ്ങനത്തെ ഓഫർ വരും. 1 ലക്ഷം രൂപയുടെ കാറിന് 2 ലക്ഷം രൂപ നിങ്ങൾക്ക് ലോൺ കിട്ടും നിങ്ങളുടെ സ്വന്തം കാറാണെങ്കിൽ. പിന്നെ ഈ പറഞ്ഞ ടേക്ക് ഓവർ. ഓക്കെ, ടേക്ക് ഓവർ എന്ന് വെച്ചാൽ അറിയാലോ, മറ്റു ബാങ്കിലിരിക്കുന്നത് വേറൊരു ബാങ്കിലേക്ക് എടുത്ത് വെക്കുന്ന പരിപാടിയാണ് ടേക്ക് ഓവർ എന്ന് പറയുന്നത്. നമ്മുടെ MNP പോലെ, മൊബൈൽ നമ്പർ പോർട്ടബിലിറ്റി പോലെ. അപ്പൊ ഇത് ഞാൻ ചെയ്യേണ്ട കാരണം എന്താ പറയുന്നത് വെച്ചാൽ, നമ്മുടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് സുഹൃത്തുക്കൾ ഇങ്ങനെ ചോദിച്ചു, കാർ ലോൺ മാത്രം ചെയ്യുന്നില്ല, എപ്പോഴും പേഴ്സണൽ ലോണും മറ്റു കാര്യങ്ങളുമാണ്. അപ്പോൾ കാർ ലോണിന്റെ ചെയ്യാത്ത കാര്യം എന്താണ്? അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പൊ വളരെ സിമ്പിൾ ആണ്. ഇതിപ്പോ സിബില് കുറവുള്ളവർക്കും അവർ ലോൺ ചെയ്യും, പക്ഷേ ഇൻട്രസ്റ്റ് ഏകദേശം കൂടുതലായിരിക്കും വരുന്നത്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് സുഹൃത്തുക്കൾ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്, സർ ഈ ലോൺ അടച്ചില്ല എന്നുണ്ടെങ്കിൽ എന്താ പറയുന്നത് ഈ കളക്ഷൻ എക്സിക്യൂട്ടീവ് പ്രശ്നം ഉണ്ടാക്കുമോ, നമ്മൾ കോടതി കയറുമോ, അങ്ങനെയൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഇപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ പക്കല് ഈ കളക്ഷൻ എക്സിക്യൂട്ടീവ് വന്നാൽ അവർക്ക് ഒരുപാട് ലിമിറ്റേഷൻ ഇപ്പോൾ RBI കൊടുത്തിട്ടുണ്ട്. രാവിലെ 7 മണി മുതൽ രാത്രി 6 മണി വരെ മാത്രമേ നമ്മളെ വിളിക്കാൻ പാടുള്ളൂ. അതേപോലെ തന്നെ വീട്ടിൽ വന്ന് നമ്മളെ ശല്യപ്പെടുത്താനോ വിരട്ടാനോ ഒന്നും പാടില്ല. അതേപോലെ തന്നെ നമ്മൾ അടച്ചില്ലെങ്കിൽ, നമ്മളിപ്പോ വേറെ എവിടെയെങ്കിലും നമ്മുടെ വീട്ടിൽ വരുമ്പോൾ നമ്മൾ വേറെ ഏതെങ്കിലും സ്ഥലത്തായിരിക്കും. അപ്പൊ നമ്മുടെ ഫോട്ടോ കാണിച്ച് നമ്മുടെ അയൽവക്കത്തെ ആൾക്കാരോട് ഇയാള് പൈസ അടച്ചിട്ടില്ല എന്ന് പറഞ്ഞ് നമ്മളെ ഫോട്ടോ കൊണ്ട് കാണിക്കുക, അതേപോലെ നമ്മളെ നാണം കെടുത്തുക, ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് RBI ഓംബുഡ്സ്മാനോ അല്ലെങ്കിൽ RBIയോ നിങ്ങൾക്ക് കംപ്ലൈന്റ് ചെയ്യാം. അതൊക്കെ നമുക്ക് നഷ്ടപരിഹാരത്തിന് നമുക്ക് അതിൽ അപേക്ഷിക്കാം, അല്ലെങ്കിൽ നമുക്ക് നഷ്ടപരിഹാരം ചോദിക്കാം. അപ്പൊ അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഓക്കെ, നമ്മുടെ എന്തെങ്കിലും ഇഷ്യൂസ് കൊണ്ടായിരിക്കാം നമുക്ക് ആ ഒരു അടവ് മുടങ്ങിയത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഈ പേഴ്സണൽ ലോണോ ക്രെഡിറ്റ് കാർഡോ ഇങ്ങനെയുള്ള
എന്താ പറയുക, അൺസെക്യൂർഡ് ലോണിനൊന്നും നമ്മളെ ഒരാൾക്കും ജയിലിലാക്കാൻ പറ്റില്ല. അവർ മാക്സിമം നമ്മളോട് സെറ്റിൽമെന്റിന് ശ്രമിക്കുക മാത്രമേ ഉള്ളൂ. സാർ 1,00,000 രൂപയല്ലേ നിങ്ങൾ എടുത്തത്, നിങ്ങൾക്കൊരു 50,000 രൂപയ്ക്ക് നമ്മൾ സെറ്റിൽമെന്റ് ചെയ്ത് തരാം, അതൊരു 3 തവണയോ 4 തവണയായിട്ട് അടച്ചാൽ മതി. മാക്സിമം അവർ സെറ്റിൽമെന്റിന് ശ്രമിക്കുകയുള്ളൂ. എൻ്റെ അറിവിൽ ഒരു 95% അങ്ങനെ സെറ്റിൽമെന്റിനാണ് ശ്രമിച്ചിരിക്കുന്നത്, കേസുമായിട്ടൊന്നും പോയിട്ടില്ല. അതേപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ് 8ഉം 10ഉം ഡ്യൂ ഒക്കെ വരുത്തി കൊടുത്ത് അവർ വിളിച്ച് മാക്സിമം സെറ്റിൽമെന്റ് ആണ് പറയുന്നത്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. പിന്നെ സെക്യൂർഡ് ലോൺ, ഈ കാർ ലോൺ, വസ്തു വെച്ച് ലോൺ എടുക്കുക, വീട് വെച്ച് ലോൺ എടുക്കുക, ഇങ്ങനത്തെ കേസിലൊക്കെ നമുക്ക് കുറച്ച് റിസ്ക് ആണ്. കാരണം അവർക്ക് ആ വസ്തു ഫ്രീസ് ചെയ്യാനുള്ള, ലെഫ്റ്റ് ചെയ്യാനുള്ള ആ ഒരു പവർ ഓഫ് അറ്റോർണി നമ്മൾ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ പല ന്യൂസിലും കണ്ടു കാണാം, നമ്മുടെ അസറ്റ് ബേസ്ഡ് ലോൺ എടുക്കുകയാണെങ്കിൽ അവർ എന്താ പറയുക, നമ്മുടെ വണ്ടികളോ അല്ലെങ്കിൽ വീടുകളോ അവർ സീസ് ചെയ്തുകൊണ്ട് പോകും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ അതും പേടിക്കേണ്ട കാര്യമേ ഇല്ല, അങ്ങേ അറ്റം വന്നാൽ മാത്രമേ അങ്ങനെ ചെയ്യുകയുള്ളൂ. ഓക്കെ, അപ്പൊ ഈ പേഴ്സണൽ ലോൺ എടുത്ത കുറച്ച് ആൾക്കാർ, നമ്മുടെ സബ്സ്ക്രൈബർ സുഹൃത്തുക്കൾ നമ്മുടെ ചോദിച്ചു, ഇങ്ങനെ ഒരു സംഭവം ചോദിച്ചു. അപ്പൊ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, നിങ്ങളെ ആരും ഒന്നും ചെയ്യില്ല. നിങ്ങൾ പലിശ 1,00,000 രൂപ എടുത്തപ്പോൾ പലിശ 2,00,000 രൂപയൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആകെ അന്തം വിട്ട് കണ്ണും തള്ളിയിരിക്കുകയാണ്. അപ്പൊ ഒരു കുഴപ്പമില്ല, ലാസ്റ്റ് അവർ പറയും, സാറേ 50,000 രൂപ അടച്ചാൽ മതി, സെറ്റിൽ ചെയ്ത് തരാമെന്ന് പറയും. പിന്നെ നിങ്ങൾക്ക് ഗ്രാജുവലി നിങ്ങളുടെ സിബിലും കൂടും. സിബില് പോകുന്നേ ഉള്ളൂ, അതൊരു 6-7 മാസം കഴിയുമ്പോൾ ഗ്രാജുവലി നിങ്ങളുടെ സിബില് കൂടും. അപ്പൊ അതിലൊന്നും നിങ്ങൾ യാതൊരു കാരണവശാലും ഭയപ്പെടേണ്ട കാര്യമില്ല. അപ്പൊ ഇത് ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ചെയ്തത്. അപ്പൊ നമ്മുടെ വിഷയം ഇതല്ല, കാർ ലോൺ ആണ്. അപ്പൊ കാർ ലോണിന് ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ, പർച്ചേസ് ഉണ്ട്, ടേക്ക് ഓവർ ഉണ്ട്, ടോപ്പ് അപ്പ് ഉണ്ട്. അപ്പൊ അങ്ങനത്തെയൊക്കെ ഫെസിലിറ്റി എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം, ആ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് എന്ത് ഫെസിലിറ്റി, ടാക്സി ആണെങ്കിൽ ടാക്സി ഒക്കെ വരുമ്പോൾ നമ്മുടെ എമൗണ്ട് കുറച്ച് കുറയും. ഇപ്പോൾ ടാക്സി എന്ന് പറയുമ്പോൾ ഓൺ റോഡിന്റെ ഏകദേശം ഒരു 75% നിങ്ങൾക്ക് ഫണ്ടിങ് കിട്ടുകയുള്ളൂ. അതായത് 1,00,000 രൂപയ്ക്ക് 75,000 രൂപ. ഓക്കെ, 2,00,000 രൂപയാണെങ്കിൽ 1,50,000 രൂപയെ നിങ്ങൾക്ക് ഫണ്ട് കിട്ടുകയുള്ളൂ. പ്രൈവറ്റ് വാഹനമാണെങ്കിൽ നമുക്ക് ഏകദേശം 90% വരെ നമുക്ക് ലോൺ കിട്ടും. ഓക്കെ, ഇപ്പൊ ഏറ്റവും നല്ലൊരു ഫെസിലിറ്റി ആയിട്ട് ചോദിച്ചെന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം കാറിന് ഡബിൾ തുക ലോൺ കിട്ടും. അത് നല്ലൊരു ഫെസിലിറ്റിയാണ്. അപ്പൊ എന്തെങ്കിലും അത്യാവശ്യക്കാർ, അല്ലെങ്കിൽ ഈ കല്യാണം, അങ്ങനെ അല്ല എന്തെങ്കിലും ഹോം റിനോവേഷൻ, അങ്ങനെ എന്തെങ്കിലും വരുന്ന അത്യാവശ്യക്കാർ ഈ കാർ വെച്ചുകൊണ്ടാണ് ഈ പൈസ ആക്കുന്നത്, ഡബിൾ ലോൺ എന്ന ഓപ്ഷൻ പറയുന്നത്. ഓക്കെ, അപ്പൊ അത് നല്ലൊരു ഫെസിലിറ്റി ആയതുകൊണ്ട് മാത്രമാണ് ഞാനത് ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചത്. അപ്പൊ അങ്ങനെ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാൻ. നമ്പർ ഞാൻ ഒരു 10-16 ബാങ്കുമായിട്ട് സംസാരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ അവരുമായിട്ട് ഞാൻ നിങ്ങൾക്ക് ടൈ അപ്പ് ചെയ്ത് തരാം. ഓക്കെ, അപ്പൊ ഇതിന്റെ ഡോക്യുമെന്റേഷനും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് അറിയാമല്ലോ. ഒരു യൂസ്ഡ് കാർ മേടിക്കാൻ വേണ്ടിയുള്ള ഡോക്യുമെന്റേഷൻ എന്ന് വെച്ചാൽ നിങ്ങളുടെ ആധാർ കാർഡ് വേണം, പാൻ കാർഡ് വേണം, പിന്നെ നിങ്ങൾ ഏത് കാറാണോ എടുക്കുന്നത് ആ കാറിന്റെ RC ഇൻഷുറൻസ് അവിടുത്തെ ചോദിക്കുക, പിന്നെ നിങ്ങളുടെ ലാൻഡ് ടാക്സിന്റെ കോപ്പി, ഇത്രയാണ് വേണ്ടത്. പിന്നെ 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, ഇത് പർച്ചേസിനാണ് വേണ്ടത്. ഓക്കെ, ടോപ്പ് അപ്പിനും ഏകദേശം ഇത് തന്നെ സെയിം തന്നെയാണ് വേണ്ടത്. ഓക്കെ, പിന്നെ റീഫിനാൻസ് എന്ന് വരുമ്പോൾ ഈ പറഞ്ഞ ഡോക്യുമെന്റിന്റെ കൂടെ ഇപ്പോൾ ഏത് ബാങ്കിലാണോ ലോൺ ഇരിക്കുന്നത് അതിന്റെ ട്രാക്ക് കൂടെ വേണ്ടി വരും. കാരണം നമ്മളിപ്പോ HDFC ബാങ്കിൽ 5,00,000 രൂപയ്ക്കാണ് ലോൺ വെച്ചിരിക്കുന്നത്, ഇനി അവിടെ 2,00,000 രൂപ അടയ്ക്കാനുണ്ട്. അപ്പൊ നമ്മൾ നേരെ എടുത്ത് ICICI ബാങ്കിൽ കൊടുക്കുമ്പോൾ ഈ HDFC ബാങ്കിൽ അടയ്ക്കാനുള്ള 2,00,000 രൂപ ICICI ബാങ്കിൽ നിന്നാണ് ഫണ്ട് വരുന്നത്. ഈ ഫണ്ട് അടച്ചിട്ട് ബാക്കി നമ്മുടെ കയ്യിൽ കിട്ടുകയുള്ളൂ. അപ്പം ഈ ICICI ബാങ്കിന് എത്ര രൂപയാണ് HDFC ബാങ്കിൽ കൊടുക്കാനുള്ളതെന്ന് അറിയില്ല. അപ്പൊ അവരൊരു ക്ലോഷർ ലെറ്റർ അവിടെ നിന്ന് എഴുതി മേടിക്കാൻ പറയും, അത് നമുക്ക് ഓൺലൈൻ വഴി എടുക്കാം. അപ്പൊ ആ ലെറ്റർ വേണം, അതാണ് റീഫിനാൻസിനുള്ളത്. ഓക്കെ, ബാക്കിയെല്ലാം സെയിം ഡോക്യുമെന്റ് ആണ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ വാട്സ്ആപ്പ് നമ്പർ കൊടുത്തിരിക്കാം, ആ വാട്സ്ആപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്